ഹലോ എവരിവൺ. അങ്ങനെ മാർക്കോ മാർക്കോയുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇതിൻ്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ തൊട്ട് മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയാണ് ഈ പടം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ഒടുവിൽ ഈ ഡിസംബർ 20 പടം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. FDFS തന്നെ കാണുകയാണ് പടം. അത്രയ്ക്കും വേണ്ടി ഹൈപ്പുമായി, അത്രയ്ക്കും പ്രതീക്ഷയുള്ള, അത്രയ്ക്കും എക്സ്പെക്ട് ചെയ്ത്, അത്രയ്ക്കും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോസ്റ്റ് വെയിറ്റഡ് മൂവിയാണ് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് വരാൻ പോകുന്ന മാർക്കോ. മലയാളത്തിലെ ഇപ്പൊ ഇറങ്ങിയ ഒരുപാട് പടങ്ങളിൽ വെച്ച് റീസെന്റ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൂടിയ പടം ഇത് തന്നെയാണ്. ഇതൊരു പാൻ ഇന്ത്യൻ പടത്തിനുപരി ഒരു പക്ക മലയാളത്തിൽ നിന്ന് വരുന്ന, മലയാള ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻസ്ഡ് ആയ ഒരു പടം. അതാണ് ഈ പടത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്, ഹൈലൈറ്റ്. വയലൻസ്, മോസ്റ്റ് വയലൻസ്ഡ് മൂവി. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ വയലൻസ് പരമായിട്ടുള്ള പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ പടത്തിന് വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നത്. ഉണ്ണിമൂന്നന്റെ ഒരു പുതിയൊരു സോൺ, ഒരു പുതിയ ഉണ്ണിമൂന്നനായിരിക്കും ഈ പടത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് പടത്തിന്. ഇതൊരു കോലവല്ലി ഐറ്റം പൊള്ളിപ്പടം. നമ്മൾ കണ്ടിറങ്ങിയിട്ട് കിടിലം, ഇതുവരെ കണ്ട വയലൻസുകളിൽ വെച്ച് ഏറ്റവും കിടിലം വയലൻസ് ഇന്ത്യൻ മൂവി. ഒരു രക്ഷയില്ല. ആക്ഷനും എല്ലാം അടിപൊളി, ഫ്രെയിംസും ഡയറക്ഷനും മ്യൂസിക്കും എല്ലാം അടിപൊളി എന്ന് പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ പറയാൻ തോന്നണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പടം കണ്ടിറങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇതുപോലത്തെ ഒരു ഫീൽ കിട്ടണം. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ആയാലും അസാധ്യമായ ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. എന്ത് കിടിലം പ്രൊഡക്ഷൻ സൈഡാണെന്നറിയോ. ഓരോ അപ്ഡേറ്റും അവർ വെളിയിടുമ്പോൾ അതിന് പ്രേക്ഷകർ കൊടുക്കുന്ന കമന്റും കാര്യങ്ങളും ഒക്കെ അവർ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മറുപടി തന്നെയാണ് അവർ വീണ്ടും. അപ്പൊ എന്തെങ്കിലും പോരായ്മ ഇഷ്ടപ്പെടാതെ വന്നാലോ ഉടനെ അവരത് തിരുത്തി പുതിയതായിട്ട് ഇറക്കി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നു. ഇതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് മലയാളത്തിലൊക്കെ ആദ്യമായിട്ടാണ്. അടിപൊളിയാട്ടോ. നിങ്ങൾ കിടിലം പ്രൊഡക്ഷൻ ഹൗസാണ്. നിങ്ങൾ ഇനി ഒരുപാട് പടങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പം ഈ പടം സെൻസറും കഴിഞ്ഞിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷ പോലെ നമ്മൾ ടീസർ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു സർട്ടിഫിക്കറ്റ് തന്നെ ഇറക്കണം. അപ്പൊ അങ്ങനെ തന്നെയാണ് സെൻസർ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കോംപ്രമൈസ് ചെയ്തോ, സീൻസ് എല്ലാം കട്ട് ചെയ്തോ ബ്ലർ ചെയ്തോ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ അവരുദ്ദേശിക്കുന്ന സാധനം തന്നെ അതുപോലെ ഷൂട്ട് ചെയ്ത് അതുപോലെ ഇറക്കി വിടണം എന്ന് തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും പറഞ്ഞിരുന്നത്. സെൻസർ ബോർഡിന് എന്തെങ്കിലും കട്ട് ചെയ്യിപ്പിച്ചോ ഇല്ല എന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി പടം കാണുമ്പോഴേ അറിയത്തുള്ളൂ. ഒരു ട്രെയിലർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു തീരുമാനമായിരുന്നു. ഹൈപ്പിനൊന്നും എങ്ങും പോണ്ട. ഇവരിറക്കി വിടുന്ന ഓരോ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ തന്നെ കാണുമ്പോൾ തന്നെ ഹൈപ്പൊക്കെ പീക്ക് ലെവലിലാണ്. ആ ടീസർ മാത്രം മതി, ട്രെയിലറിന്റെ ആവശ്യമില്ല. പടം തിയേറ്ററിൽ കണ്ടറിയുന്നതായിരിക്കും നല്ല. ആ ടീസർ ട്രെയിലറിലും കുറെ സീനൊക്കെ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് കളയണ്ട. ഡയറക്റ്റ് തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് വരണം. അത് തന്നെയായിരിക്കും അവരെയും പ്ലാൻ. അങ്ങനത്തെ ഒരു പടം തന്നെ കിട്ടണമെന്നാണ് നമ്മുടെ പ്രതീക്ഷയും. അപ്പൊ ഈ പടം കൊളുത്തി കഴിഞ്ഞാൽ ഉണ്ണിമൂന്നന്റെ റേഞ്ച് മാറും, അത് ഉറപ്പാണ്. ഉണ്ണിമൂന്നന്റെ ഒരു പാൻ ഇന്ത്യ സ്റ്റാറായി മാറും. നമ്മുടെ റോക്കി ബായ്, KGF പോലത്തെ ഒരു ഐറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. KGF പോലത്തെ അത്രയും മാസ് പരിപാടി അങ്ങനത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, KGF പടത്തിന് ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, ഒരു ബ്രാൻഡ് വാല്യൂ, അതുപോലത്തെ ഒരു വാല്യൂ മലയാളത്തിൽ നിന്നും ഈ പടം കൊണ്ടുവരും എന്ന് ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്നു. മാർക്കോ നിരാശപ്പെടുത്തില്ല എന്ന് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഡിസംബർ 20 FDFS കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിരാശപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മാർക്കോ.